പോട്ടെ പോട്ടെ മതിയോ അടൈ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചേച്ചിയാണ് കേട്ടോ. ചേച്ചി സാമ്പാറിനൊക്കെ കൂട്ടുവാണ്. ഇത് പക്ഷേ ചേച്ചിയുടെ വീടും അല്ല, എൻ്റെ ബ്രദറിൻ്റെ വീടാണ്. ഇവിടെയാണ് ഇപ്പോൾ അമ്മയും പപ്പയും കൂടെ താമസിക്കുന്നത്. ഞങ്ങൾ ജനിച്ചു വളർന്ന സ്കൂളിലൊക്കെ പോയ നാട്, ഞങ്ങളുടെ നാടെന്ന് പറയുന്നത് ഇടുക്കിയിലാണ്. അതുകൊണ്ടാണ് എൻ്റെ വീടല്ല എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ തിരുവനന്തപുരത്താണ് കേട്ടോ. രാത്രിയിൽ ഒരിടത്തും രാവിലെ വേറൊരിടത്തുനിന്നും പറയുന്നത് പോലെ ആയിപ്പോയി ഞങ്ങളുടെ അവസ്ഥ. ഇത് 2-ാം തീയതിയിലത്തെ വ്ളോഗാണ്. നമ്മൾ വരുന്നു എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാ. ചേച്ചിയൊക്കെ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു. ഒരു 7 മണിയൊക്കെ ആയപ്പം വരുന്നു എന്ന് വിളിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ പറഞ്ഞത്. ഞങ്ങളാണെങ്കിൽ ഈ ആഴ്ച നോയമ്പായിരുന്നേ. അപ്പോൾ പിന്നെ സ്പെഷ്യലൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഓർത്തത് ചേച്ചിയൊക്കെ വീട്ടിൽ നിൽക്കുമല്ലോ, എന്നിട്ട് രാവിലെ അല്ലേ പോവുള്ളൂ എന്ന് വിചാരിച്ച് രാവിലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. പിന്നെ വന്നപ്പോഴാണ് പറഞ്ഞത് അവർ വീട്ടിൽ കയറിയിട്ട് അതുവഴി അമ്മയും പപ്പയും കാണാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോവാണെന്ന്. അപ്പോഴാണ് ഞങ്ങളും വേഗം തീരുമാനിച്ചെന്നാൽ നമുക്കും കൂടെ പോവാം. അങ്ങനെ പെട്ടെന്ന് എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങളും വേഗം ഇങ്ങ് പോന്നു. 12:30-1 മണിയൊക്കെ ആയി ഇവിടെ എത്തിയപ്പോഴേ. സർപ്രൈസ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നേ, പക്ഷെ ചേച്ചിയൊക്കെ ആദ്യം എത്തിയതുകൊണ്ട് അത് നടന്നില്ല. പിന്നെ ഒരു നേരമായി കിടന്നുറങ്ങിയപ്പോൾ രാവിലെ 7-7:30 ആയി എഴുന്നേറ്റ് വന്നപ്പോഴേ. ഞങ്ങൾ വരുന്ന കാര്യം പറയാതിരുന്നുകൊണ്ട് തന്നെ അമ്മ രാവിലെ അവർക്കുള്ളത് മാത്രമേ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളേ. പിന്നെ പുട്ടും കൂടെ ഉണ്ടാക്കി. എല്ലാം കൂടെ കൂട്ടിയാണ് ഞങ്ങൾ രാവിലെ കഴിച്ചത്. പിന്നെ അമ്മ നല്ല കുമ്പിളപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ വൈകുന്നേരം കഴിക്കാൻ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കുറേ നാൾ കൂടി കഴിച്ചപ്പോൾ. ഞങ്ങൾ എന്തായാലും ഈ ആഴ്ച തന്നെ വരുമെന്ന് അറിയാമായിരുന്നത് കൊണ്ട് അമ്മ ചെറുപയറുപരിപ്പൊക്കെ വാങ്ങി വെച്ചിരുന്നു പായസം ഉണ്ടാക്കാൻ. ബ്രദറിൻ്റെ വൈഫിന് ഇന്ന് വർക്ക് ഉണ്ടായിരുന്നേ, അതുകൊണ്ട് പിന്നെ ചേച്ചി വന്നില്ല. പിന്നെ ഞാനും ചേച്ചിയും 2 അമ്മമാരുമായിരുന്നു അടുക്കളയിലുണ്ടായിരുന്നത്. ചെറുപയറുപരിപ്പ് തികയോന്ന് അറിയാത്തത് കൊണ്ട് കുറച്ച് പച്ചരിയും കൂടെ വേവിച്ച് ചേർത്ത് ഒന്നിച്ചായിരുന്നു പായസം ഉണ്ടാക്കിയത്. ഞങ്ങളിങ്ങനെ പരദൂഷണവും കൊച്ചു വർത്തമാനവും ഒക്കെ പറഞ്ഞ് പായസമൊക്കെ റെഡിയാക്കി ഉച്ചക്കത്തേക്കൊക്കെ ആയിട്ടോ. പപ്പയാണിത്. പപ്പ ചോറുണ്ട്. ഇപ്പോൾ പപ്പയ്ക്ക് ആദ്യം തന്നെ കൊടുത്തു കേട്ടോ. നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ഞാൻ പിന്നെ അധികം വീഡിയോ എടുത്തില്ല. പപ്പ കിടക്കുമായിരിക്കുമല്ലോ എപ്പോഴും. ഇതിനിടയിൽ ചേട്ടൻ വന്നിരുന്നു. 2ാമത്തെ മോനെ അപ്പുറത്തൊരു വീടുണ്ട്, അങ്ങോട്ടേക്ക് കൊണ്ടുപോയേ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഊണ് കഴിക്കാൻ തുടങ്ങുകയാണ്. എനിക്കിപ്പോൾ ഈ വീഡിയോ എടുത്തു തരുന്നതും ഒക്കെ ചേച്ചിയുടെ മക്കളാണ്. അവർ രണ്ടുപേരും മാറി മാറിയാണ് എടുത്തു തരുന്നതും പറയുന്നതും ഒക്കെ. ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഹസ്ബൻഡിനോട് പറഞ്ഞു, പിന്നെ പറഞ്ഞത് ചേച്ചിയുടെ മക്കളോട് 2 പേരോടുമായിരുന്നു, പൊന്നിയോടും മോനുവിനോടും. അവരാകുമ്പം ഒരു ന്യൂ ജനറേഷൻ ആണല്ലോ. അവരാണ് എനിക്ക് ധൈര്യം തന്നത്. ധൈര്യമായിട്ട് തുടങ്ങിക്കോ ചിറ്റേ, ഒരു കുഴപ്പമില്ല എന്ന്. ഞാനൊരു 10th പഠിക്കുമ്പോഴാണ് കേട്ടോ ചേച്ചിയുടെ കല്യാണം. പിന്നെ ഞാൻ കോളേജിലേക്കൊക്കെ കാലെടുത്ത് വെച്ചപ്പോഴേക്കും അവിടെ 2 കുടുംബന്മാരായി. എൻ്റെ കല്യാണ സമയത്ത് എൻ്റെ കയ്യിലും ഹസ്ബൻഡിൻ്റെ കയ്യിലും മാറി മാറി പിടിച്ചാണ് അവർ നിന്നത്. കാറിൽ കയറ്റി വിടുന്നത് വരെ അവർ ഞങ്ങളുടെ കൂടെ നിൽക്കുമായിരുന്നേ. പക്ഷെ മൂത്തയാളിപ്പം വന്നിട്ടില്ല. അവനൊരു വലിയ ഫിലിമിൻ്റെ ഭാഗമായി നിൽക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നിൽക്കുവാണ് കേട്ടോ. അമ്മയും കൂടെ കിടക്കുവാണെന്ന് തോന്നുന്നു. പിന്നെ എവിടെ ചെന്നാലും ഇപ്പം മോളാണ് താരം. കാരണം അവളാണ് ഏറ്റവും ഇളയത്. ബാക്കിയെല്ലാം വലിയ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ആയി. ചേട്ടന്മാരാണ് ഏറ്റവും കൂടുതൽ കേട്ടോ വീട്ടിൽ. ഈ സ്റ്റെപ്പ് കാണുമ്പോൾ ഏത് ഡാൻസ് ആണെന്ന് മിക്കവർക്കും അറിയായിരിക്കും. റീലിലൊക്കെ ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ് ആടും വടിവേൽ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് എൻ്റെ പാട്ട് ഇടണമെന്നുണ്ട്. എന്തെങ്കിലും സ്ട്രൈക്ക് കിട്ടുമോ എന്നൊരു പേടി. അതുകൊണ്ടാണ് കേട്ടോ ഞാനത് മ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ ഊണ് കഴിച്ചതിൻ്റെയും പായസം കഴിച്ചതിൻ്റെയൊക്കെ ക്ഷീണത്തിൽ കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉറങ്ങാൻ പോയി. നമുക്കാണെങ്കിൽ ട്രിവാൻഡ്രത്ത് കുറേ ബന്ധുക്കാരുണ്ട്. അമ്മയുടെ അനിയത്തിമാരെല്ലാം ഇവിടെയാണുള്ളത്. പക്ഷെ ആരെ അറിയിച്ചിട്ടൊന്നുമില്ല. നമ്മളും പെട്ടെന്ന് വന്നു, സർപ്രൈസ് ആയിട്ടാണല്ലോ വന്നത്. മൂത്ത മോന് ക്ലാസ് തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ക്ലാസ് മിസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. മോളാണെങ്കിൽ ആ കട്ടിലെ കയറിയിരുന്ന് അങ്ങ് കുലുക്കുവാണേ. അപ്പോൾ പപ്പായ്ക്ക് അവിടെ കിടക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എഴുന്നേറ്റിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടപ്പ് തന്നെ. എനിക്ക് ഉച്ചയ്ക്ക് കിടന്ന് ശീലമില്ലാത്തത് കൊണ്ട് കിടന്നാൽ അങ്ങനെ ഉറക്കം വരത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ അമ്മയുടെ കുറേ ചെടികളുണ്ട് കേട്ടോ അവിടെ. ഇവിടെ മുറ്റം വളരെ കുറച്ചേ ഉള്ളേ. പിന്നെ കാറൊക്കെ ഇടാനുള്ള സ്പേസേ ഉള്ളൂ. പക്ഷെ ഉള്ള സ്ഥലത്ത് അമ്മ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ അങ്ങ് ഇടുക്കിയിൽ 4-ാം മൈലിലുള്ള വീട്ടിലാണെങ്കിലും മുറ്റത്ത് കുറേ ചെടികൾ അമ്മ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അമ്മ നന്നായിട്ട് ചെടിയും വളരും. ഈ ചെടിയുടെ തൈയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ഞാൻ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ആദ്യം കാണിച്ച റോസ ചെടിയില്ലേ, അതൊക്കെ അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിപ്പോഴും അമ്മ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതിൽ പൂവൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്.
അമ്മ ഇങ്ങനെ ചെടിയൊക്കെ നട്ട് സൂക്ഷിക്കുന്നത് കണ്ടപ്പോൾ ചേച്ചി എന്നോട് പറയായിരുന്നേ, ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുപോലെ ചെടി കൊണ്ട് നടുമ്പോൾ അമ്മ പറയും, ഇതൊക്കെ വെക്കുന്ന നേരത്ത് നിങ്ങളൊരു കാന്താരി തൈ എങ്കിലും വെച്ച് പിടിപ്പിക്കുക, അതല്ലേ നമുക്ക് പ്രയോജനം എന്ന്. അവിടെയൊക്കെ താമസിച്ച് പരിചയിച്ചവർക്ക് ഇങ്ങോട്ടൊക്കെ വന്ന് താമസിച്ചൊന്ന് അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് പാടാണ് കേട്ടോ. പിന്നെ ഇത് ഇപ്പം 4 മണിയൊക്കെ ആയി, കേക്കൊക്കെ കട്ട് ചെയ്ത് ചേച്ചിയൊക്കെ പോകാൻ ഇറങ്ങുകയാണേ. പിന്നെന്താ, ഹാപ്പി ബർത്ത്ഡേ ആണോ, ഹാപ്പി ക്രിസ്മസ് ആണോ, ഹാപ്പി ന്യൂ ഇയർ ആണോ പറയേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ്. ഹാപ്പി ബർത്ത്ഡേ ഒക്കെ തന്നെ എല്ലാവരും പാടിയത് കേട്ടോ. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നില്ല കേട്ടോ, ചേട്ടനും ചേച്ചിയും ഒക്കെ അപ്പുറത്തെ വീട്ടിലായിരുന്നേ. ഇവർക്ക് പോകാൻ ധൃതി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്നെല്ലാം കഴിഞ്ഞിട്ട് അവർ പോകാൻ ഇറങ്ങുകയാണ്. ഇക്കൂടെ ഞങ്ങളും വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും ഒറ്റയ്ക്ക് വന്ന് പോവേണ്ടി വന്നേനെ. ഇത് ചേച്ചിയൊക്കെ പോകാൻ ഇറങ്ങുകയാണ്. ഇവർ പോകുമ്പോൾ സാധാരണ ഇവിടെ പിള്ളേർക്കൊരു കരച്ചിലുള്ളതാണ്. ചേട്ടന്മാരുടെ തോളെ കയറി ഇങ്ങനെ നടക്കല്ലേ, ടാറ്റ പറഞ്ഞ് അവൾക്ക് മതിയാവുന്നേ ഇല്ല. മതി മോനെ, പൊറോട്ടയില്ലേ? ഓക്കെ. അങ്ങനത്തെ അവർ പോകാൻ ഇറങ്ങി, ഞങ്ങളും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. ആ പുറകെ തന്നെ ഇനി അപ്പുറത്ത് തന്നെ അച്ഛൻ്റെ ഒക്കെ വീടുണ്ട്, നാത്തൂൻ്റെ വീട്. അവിടെ അച്ഛനും അമ്മയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെയും കൂടെ കയറിയിട്ട് വേണം നമുക്ക് പോകാൻ. ചേച്ചിയൊക്കെ ട്രിവാൻഡ്രത്ത് വേറെ ആവശ്യം ഉണ്ടായിരുന്നത് കൊണ്ട് അവർ നേരെ അങ്ങ് പോയേ. മോനെയും കൊണ്ട് അച്ഛൻ നേരത്തെ ഇങ്ങോട്ട് വന്നിരുന്നല്ലോ. ഇവിടെ സൈക്കിള് ചവിട്ടും കളിയൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് മാറ്റി. ഇവിടെ നല്ല ചക്കപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ. ചക്കപ്പഴമൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടുന്ന് ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങുകയാണേ. പിന്നെ രാത്രിയായി, 10:30 വീട്ടിലെത്തിയപ്പോൾ, കൊട്ടാരക്കര എത്തിയപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് പൊറോട്ടയും മസാല ദോശയൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. താങ്ക്